നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഥാകുഞ്ച് എന്ന് പറയുന്ന ടെക്സ്റ്റിലെ നിർമ്മൽ വർമ്മ എഴുതിയ ദഹ്ലീസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ആ ടെക്സ്റ്റിലെ തന്നെ മോഹൻ രാഗേഷ് എഴുതിയ മവാലി, അതുപോലെ അഗ്നേയ എഴുതിയ ലെറ്റർ ബോക്സ് എന്നീ സ്റ്റോറീസ് ഒമിറ്റഡ് ആണ്. അതുകൊണ്ട് അത് രണ്ടും നോക്കുന്നില്ല. നിർമ്മൽ വർമ്മയെ അറിയപ്പെടുന്നത് അകേലാപൻ, ഒറ്റപ്പെടലിൻ്റെ കവി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് 1929 ഏപ്രിൽ 3 ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. ഹിന്ദിയിലെ ആധുനിക് കഥാകാരന്മാരിലും പത്രകാരന്മാരിലും മെയിനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അധ്യാപൻ, അതായത് ടീച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നയി കഹാനി ആന്തോളൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ടച്ച് അതിലെല്ലാം ഉണ്ടായിരുന്നു. അതായത് ഒരു യൂറോപ്യൻ പ്രഭാവ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും കൃതികളിലും ഒക്കെ നിറഞ്ഞു നിന്നതായിട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് നന്ദകുമാർ വർമ്മ. അദ്ദേഹം നിരാല സൃജൻപീഠ് ഭോപ്പാൽ, അതുപോലെ യശ്പാൽ സൃജൻപീഠ് ഷിംല എന്നിവയുടെയൊക്കെ ഉപാധ്യക്ഷമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. സ്റ്റോറീസ്: പരിന്തേം, ജൽത്തി ചാടി, തീൻ ഏകാന്ത്, പിച്ചലി ഗർമിയോ മേം, ഇങ്ങനെ കുറച്ച് സ്റ്റോറീസ്. അതുപോലെ 4 നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വേദിൻ, ലാൽട്ടീൻ കി ഛത്ത്, ഏക് ചിതടാ സുഖ് ഏവം അന്തിം അരണ്യ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ദഹ്ലീസ് അതിലേക്ക് നോക്കാം. ഈ ദഹ്ലീസ് എന്ന് പറഞ്ഞാൽ ഈ വാതിലിൻ്റെ താഴത്തുള്ള പടിയില്ലേ, കട്ടളപ്പടി പോലെ, വാതിലിൻ്റെ താഴത്തുള്ള ആ ഒരു പടിയെയാണ് ദഹ്ലീസ് എന്ന് പറയുന്നത്. ഈ സ്റ്റോറിയിൽ മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. റൂനി, ജയലി എന്ന് പേരുള്ള 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ റൂനിയാണ് ഇളയവൾ, ജയലി അവളുടെ ചേച്ചിയാണ്. അതുപോലെ മറ്റൊരു ക്യാരക്ടറും കൂടിയുണ്ട്, ഷമ്മി ഭായ്. അദ്ദേഹം ഇവരെക്കാളും കുറച്ചുകൂടി ഏജുള്ള ഒരു ബോയാണ്. അപ്പോൾ ഇവരാണ് ഈ സ്റ്റോറിയിലെ 3 മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൽ ഈ റൂനി വർഷങ്ങൾക്ക് ശേഷം വലുതായതിന് ശേഷം കുട്ടിക്കാലത്തെ കുറച്ച് ഇൻസിഡൻസ്, ഇവർ 3 പേരും ഒന്നിച്ചുള്ള ഒരു ഇൻസിഡൻസ്, അവരുടെ ഓർമ്മകൾ ഇങ്ങനെ ഓർത്തെടുക്കുന്നതായിട്ടാണ്. അപ്പോൾ കുഞ്ഞിലത്തെ സംഭവം പറയണത് ഇവരുടെ വീടിൻ്റെ അതായത് ഇവരുടെ വലിയൊരു വീടാണ്, ബംഗ്ലാവ് പോലത്തെ. അപ്പോൾ റൂനി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മാർച്ച് മാസത്തിൻ്റെ ഒരു ദിവസം ഓർമ്മ വരാണ്. അവളുടെ ചേച്ചിയാണ് ജേലി. ഈ റൂനിയുടെ റിയൽ നെയിം റെഹാന എന്നാണ്. അപ്പോൾ കുട്ടിക്കാലത്തുള്ളൊരു സമയമാണ്. റൂനി അവളുടെ ചേച്ചി ജേലിയെ അവളുടെ സ്റ്റാമ്പ് ആൽബത്തിൻ്റെ പേജസ് മറിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവരുടെ കുട്ടിക്കാലത്തുള്ള ഒരു ഹോബിയൊക്കെയാണ് ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ കളക്ഷൻ അവളുടെ ചേച്ചീനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജേലിക്കും അവളുടേതായിട്ട് വേറൊരു ബുക്കുണ്ട്. എല്ലാ വീക്കും എല്ലാ ദിവസവും അവർ പുതിയ പുതിയ ദേശങ്ങളുടെ ടിക്കറ്റിൻ്റെ എംബ്ലവും ഓരോ സ്റ്റാമ്പ്സും കൊണ്ട് അവരുടെ പേജസ് നിറയ്ക്കാറുണ്ട്. ഈ ഷമ്മി ഭായ് എന്ന് പറയുന്ന ആൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശനിവാറിന് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും അദ്ദേഹത്തെ ഇവർ കാണിക്കാറുണ്ട്. ജേലിയും റൂനിയും അതുപോലെ ഷമ്മി ഭായും അവരുടെ ബംഗ്ലാവിന് മുന്നിലുള്ള ലോൺ, അതായത് പുൽത്തകിടുകൾക്കിടയിൽ ഒരു കുടയുടെ താഴത്ത് ഒന്നിച്ചിരുന്നിട്ട് സംസാരിക്കുകയും ടേപ്പ് റെക്കോർഡർ കേൾക്കുകയും, അതായത് പണ്ടത്തെ കാലത്ത് പാട്ട് കേൾക്കാൻ യൂസ് ചെയ്യുന്ന റേഡിയോ ഒക്കെ പോലത്തെ ഒരു സാധനമാണ് ഈ ടേപ്പ് റെക്കോർഡർ. അങ്ങനെ ടേപ്പ് റെക്കോർഡൊക്കെ കേട്ട് അവിടെ ഇരുന്നിട്ട് ഈ സ്റ്റാമ്പ് കളക്ഷൻ കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഷമ്മി ഭായ് തൻ്റെ ഹോസ്റ്റലിലുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് പറയും. അപ്പോൾ ജേലി അതൊക്കെ ഭയങ്കര വിസ്മയത്തോടെ അതിശയത്തോടെ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധയോടെ കേട്ടിട്ടിരിക്കും. ഈ ഷമ്മി ഭായ് റൂനിയുടെയും ജേലിയുടെയും റിലേറ്റീവ് അല്ല, പക്ഷേ അവരുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതുപോലെ ഈ ഷമ്മി വരുമ്പോഴത്തേക്കിനും അദ്ദേഹം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് ഇംഗ്ലീഷ് നോവൽസും തൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കുറച്ച് റെക്കോർഡ്, അതായത് പാട്ട് കേൾക്കാനായിട്ട് കുറച്ച് റെക്കോർഡ്സൊക്കെ എടുത്തിട്ട് വരും. ഈ ഷമ്മി റൊഹാനേനെ റൂനിയെന്നും അവളുടെ ചേച്ചിയായിട്ടുള്ള ജേലീനെ ആദ്യം ബേബി എന്നും പിന്നെ ജേലി ഐസ്ക്രീം എന്നും അവസാനം ജേലി എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് സമ്മറി ആയിട്ടാണ് കേട്ടോ പറയണത്.
അപ്പോൾ ജയിലിയും ഈ ഷമ്മീബായും കൂടിയിട്ട് ആ ഒരു പുൽത്തകിടിയിൽ ഇരുന്നിട്ട് കളിക്കുകയാണ്. ആ ദിവസം ഈ റൂനി ഒരു കർട്ടൻ്റെ പുറകിൽ മറന്നു നിന്നിട്ട് ഇവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവളുടെ മനസ്സിൽ, അതായത് ഈ റൂനിയുടെ മനസ്സിൽ, അവൾ കുഞ്ഞാണ്, റൂനിയുടെ മനസ്സിൽ ഈ ഷമ്മിയോട് ഒരു പ്രത്യേകതരം ഒരു ആകർഷണമുണ്ട്. അവൾ ചിന്തിക്കുകയാണ്, എൻ്റെ ഉള്ളിലൊരു രഹസ്യമുണ്ട്, അത് ഇവർക്കും അറിയത്തില്ല, ഈ ലോകത്ത് ആർക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയാവൂ. ആ രഹസ്യം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഈ ഷമ്മീബായിനോട് ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അവളതങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷമ്മീബായി റൂനിയോട് ചോദിക്കുകയാണ്, നിൻ്റെ ആൽബം എവിടെയെന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം ഷമ്മി അവൾക്കൊരു ഒരു ലെറ്റർ എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത് കൊടുക്കും. കുറച്ച് ടിക്കറ്റ് എടുത്തിട്ട് അവൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ പറയും, ഇത് നിനക്ക് വേണ്ടിയിട്ട്, നിൻ്റെ ആൽബത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയും. അതിനുശേഷം ഈ ഷമ്മീബായുടെ തന്നെ അഭിപ്രായം അനുസരിച്ച് ഇവരെല്ലാവരും കൂടിയിട്ട് വാട്ടർ റിസർവോയർ കാണാൻ വേണ്ടിയിട്ട് പോവും. അവിടേക്ക് കറങ്ങാനായിട്ട് പോവും. കുറച്ച് ദൂരത്തേക്ക് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് റൂനി അവരുടെ കൂടത്തില്ലെന്ന്. ഓക്കെ, ഇവളെ കാണുന്നില്ല, ഈ റൂനിനെ കാണുന്നില്ല എന്നിവർ മനസ്സിലാക്കിയപ്പോഴത്തേക്കിനും ഇവരിത്തിരി ദൂരത്തേക്ക് മുന്നേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ജയിലി ഈ ഷമ്മീബായിനോട് ചോദിക്കും, നീ എന്തിനാണ് എൻ്റെ കൂടെ വന്നത് എന്ന് ചോദിക്കും. പക്ഷേ എന്നിട്ട് ഷമ്മീബായി ഒന്നും പറയത്തില്ല. അതിനുശേഷം ഒരുമിച്ച് ഇവർ രണ്ടുപേരും കൂടി അവരുടെ ബംഗ്ലാവിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങും. പക്ഷേ അപ്പോൾ അത്രയും നേരം മറന്നു നിന്ന് സ്റ്റെപ്സിൻ്റെയൊക്കെ പുറകിൽ മറിഞ്ഞ് ഇവർ നോക്കിക്കൊണ്ടിരുന്ന റൂനി ആ സമയത്ത് പുറത്തേക്ക് വരും. അപ്പോൾ ഇവൾ നോക്കുമ്പം ഷമ്മി ഈ പൊടിയൊക്കെ മാറ്റിയിട്ട് നിലത്ത് ഇങ്ങനെ എഴുതിയിട്ടേക്കും, ജയിലി ലവ് എന്ന് എഴുതിയിട്ടേക്കും. പക്ഷേ അത് ജയിലി അത് കണ്ടിട്ടില്ല. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ജയിലിക്ക് ഇക്കാര്യം അറിയത്തില്ല, ഈ ഷമ്മീബായി ജയിലി ലവ് എന്ന് മണ്ണിലിങ്ങനെ എഴുതി വെച്ചത്. ഇന്നവർ 3 പേരും വേൾഡിൽ പല പല ഭാഗത്തായിട്ട് ആണ് താമസിക്കുന്നത്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ റൂനി അവളുടെ വീട്ടിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പം, അവളുടെ പഴയ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുമ്പം ഈ കുട്ടിക്കാലത്തെ ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുക്കണതാണ്. അപ്പോൾ ഇതാണ് ദഹലീസ് എന്ന് പറയുന്ന സ്റ്റോറി.